ആസ്പിൻ എത്തിയാ നടക്കാൻ പോയിട്ട്? കൊച്ചി എപ്പോഴാണ് വന്നിരിക്കണേ അവിടെ? തണുപ്പുണ്ടോ പുറത്ത്? ഇപ്പോൾ ഇവിടെ രാവിലെ നേരം കേട്ടോ. ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. രാവിലെ നേരം എപ്പോഴും നല്ല തണുപ്പ് തന്നെയാണ്. നമ്മൾ ഊട്ടിയിലേക്ക് പോകുമ്പോൾ നല്ല തണുപ്പുള്ള ഒരു ക്ലൈമറ്റ് ഉണ്ടാവില്ലേ ചില സമയത്ത്, അങ്ങനത്തെ തണുപ്പാണ് ഇപ്പോൾ. പക്ഷേ ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു ചൂടാക്കി വരുന്നുണ്ട്. നമ്മുടെ മേപ്പിൾ ട്രീ ഒക്കെ നോക്കിക്ക്, അതുമ്മേക്ക് ഇലകളൊക്കെ വന്നിട്ടാണ് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഇലയുടെ കളർ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ തുടക്കത്തിൽ ഇതേപോലത്തെ കളർ, ഇത് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊന്ന് ലൈറ്റായിട്ട് വരും കേട്ടോ. അങ്ങനെ നമ്മുടെ ആസ്പിൻകുട്ടൻ എല്ലാ ദിവസവും രാവിലെ ഒരു മോർണിംഗ് വാക്ക് ഉണ്ട്. അതിപ്പോൾ എത്ര സ്നോ വീണാലും അവൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ. അവന് തണുപ്പൊന്നും അങ്ങനെ പ്രശ്നമുള്ള ആളല്ല. ഞാൻ നോക്കിയപ്പോൾ കുറേ നേരം അവനവിടെ നമ്മുടെ കിളികൾക്ക് ഫുഡ് കൊടുക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതിൻ്റെ അടിയിൽ പോയി ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ കിളിയെ പിടിക്കുന്നില്ല കേട്ടോ. ഇന്നേ വരെ അവനൊരു സാധനത്തിനും പിടിച്ചിട്ടില്ല. കുഞ്ഞൊരു പ്രാണീനെ വരെ കണ്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് കൊണ്ടുപോയിട്ട് പിന്നെ കാലവൻ്റെ ഇങ്ങനെ കിടന്നിട്ട് വിറക്കുന്നത് കാണാം. ഒന്നിനും ചെയ്യില്ല, ഒരു സാധനം ഉപദ്രവിക്കില്ല. ഇപ്പം തന്നെ അകത്തേക്ക് കയറിയതാ. എന്നിട്ട് എന്തോ ഒരു ഫുഡ് ഒരു ഇച്ചിരി അവൻ്റെ എടുത്ത് കഴിച്ചാൽ അങ്ങനെ തന്നെ പുറത്തേക്ക് ഇറങ്ങി. ആൾക്ക് എപ്പോഴും പുറത്ത് ഇരിക്കണം. ഇവിടുന്ന് അങ്ങനെ പുറത്തേക്കൊന്നും പോകില്ല, ഇവിടെ എവിടെയെങ്കിലൊക്കെ ആളിങ്ങനെ ഇരിക്കും. പിന്നെ ഉറങ്ങണ നേരം നമ്മൾ കൂടുതൽ സമ്മറൊക്കെ ആകുമ്പോൾ അകത്തേക്ക് വരാം. അല്ലെങ്കിൽ ചേർക്കാൻ പുറത്ത് അവിടെ നമ്മുടെ ഇവിടെ ഗസീബോ ഉണ്ടല്ലോ, മിക്കപ്പോഴും ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കും. അവിടെ സൈഡിൽ ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിളികളൊക്കെ വരുന്നതൊക്കെ കാണാം. അതൊക്കെയാണ് ആസ്പിൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കയറി വരുന്നു. നമ്മുടെ കിളികൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് കണ്ടില്ലേ. നമ്മുടെ ആസ്പിൻകുട്ടൻ ഞാൻ പറഞ്ഞ പോലെ അവൻ്റെ സ്ഥിരമുള്ള സ്ഥലത്ത് ആൾ ഇരിപ്പായി. അവിടെയാകുമ്പോൾ അവനിങ്ങനെ ഹൈഡ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ നമ്മുടെ ഒരു ക്രിസ്മസ് ട്രീയുടെ പോലത്തെ ഒരു മരം ഉണ്ടല്ലോ, അവിടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് കിളികളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. അത് വലിയ ഇഷ്ടം. കിളികൾ പലതരത്തിലുള്ള കിളികളൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയാട്ടാ. ഇതിപ്പോൾ അവിടെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കിളിയേട്ടാ. അതിനെ ബ്ലൂ ജേ എന്നാണ് പറയുന്നത്. ആ കിളികളാണ് ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിപ്പമുള്ള കിളിയേട്ടാ. നല്ല വലിപ്പമുണ്ട് ആ കിളിക്ക്. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല കേട്ടാ. എപ്പോഴും ഈ വലിപ്പമുള്ള കിളീനെ ഞാനങ്ങനെ കണ്ടേക്കണേ. ഇപ്പോൾ അവിടെ 2 പേര് വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ കൂട്ടിലിട്ടിട്ട് വളർത്തണ പോലെയല്ലല്ലോ കിളികൾ. ആ കിളി അങ്ങോട്ട് പറന്നുപോയി. ഇവരിങ്ങനെ ഇങ്ങനെ വരുമ്പോഴേക്കും ഒരു പ്രത്യേക ഒരു രസമാണല്ലോ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കൂട്ടിലിട്ടിട്ട് വളർത്തുമ്പോൾ നമുക്ക് അവരെ കാണുമ്പോൾ ഒരു സങ്കടമാണല്ലോ. കയറുവാ, എന്ത് തണുത്ത കാറ്റ കൂട്ട വീസിനെ. ഇവിടെ പോരുവാ, കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോവാ പുറത്തേക്ക് വാ. പക്ഷെ എന്തിനാ തന്നെ അവിടെ പോയിരിക്കണേ? ബാ കയറി തണുത്തിട്ട് വീടോട്ടെ. നമ്മുടെ ഉള്ളിവട റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. സവാളയുടെ കളർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തത് സാധാരണ കാണുന്ന സവാളയുടെ കളറല്ലല്ലോ എന്ന്. ഇത് മഞ്ഞ കളറ് സവാളയായിട്ടാണ്. ഏത് കളറ് സവാള ഇരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ സവാള ഉണ്ടല്ലോ നമുക്ക് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. നമ്മൾ നല്ല നെരുന്നതിനെ കട്ട് ചെയ്യില്ലേ, അതേപോലെ നല്ല നെരുന്നതിനെ കട്ട് ചെയ്യുക. എന്നാലായിരിക്കും നമ്മുടെ വട ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഈ സവോള അതിനകത്ത് കിടന്നിട്ട് നമുക്ക് മുരിഞ്ഞ് കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പം നമ്മുടെ സവോള നമ്മൾ നല്ല നെരുന്നതിനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഈ സവോള ഒന്ന് തിരുമണം കേട്ടോ. സവോള ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊന്നും പിഴിഞ്ഞ് കളയണ്ട. ഞങ്ങളുടെ അങ്കമാലി സൈഡിലൊക്കെ ഞങ്ങൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് സവോള ഇങ്ങനെ നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം കളഞ്ഞിട്ട് നമ്മളൊരു സർലാസ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ തിരുമ്മിയിട്ട് വെള്ളം കളയും. ഇതിന് വെള്ളം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ സവോള നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ള ഇതിലേക്ക് നമുക്ക് ഇനി വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ വേണം, അതൊക്കെ എടുക്കാം. ഇനി അടുത്തത് വേണ്ടത് ഇതേപോലത്തെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പിന്നെ പച്ചമുളക്. ഇത് ഞാനിവിടെ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇതേപോലത്തെ പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളക് കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പച്ചമുളക് എടുക്കുക. കാരണം നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പച്ചമുളക് നമ്മൾ ചേർക്കണം ഇതിനകത്ത്. എരിവിന് വേണ്ടിയിട്ടല്ല, ആ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവറിനും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ചേർക്കുന്നത്. നല്ല എരിവുള്ളതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരിയല്ലേ ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും നമുക്ക് നല്ല നെരുന്നേരം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ നല്ല കുരുകുരുന്നതിനെ കട്ട് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ പച്ചമുളക് നമ്മളിപ്പോൾ ഇത്രയ്ക്ക് ഇടുമ്പോൾ നമ്മുടെ വടയിൽ നമ്മൾ കഴിക്കുമ്പോൾ പച്ചമുളക് കടിക്കില്ലേ, എന്നാലും നമുക്ക് എരിയില്ല കേട്ടത്. കാരണം അതുകൊണ്ട് നമ്മൾ അധികം എരിവില്ലാത്ത പച്ചമുളക് ചേർക്കണം. കുറച്ച് പച്ചമുളക് വേണം താനും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചൊക്കെ ചേർക്കാം കേട്ടോ. പച്ചമുളക്, ഇഞ്ചി, പിന്നെ സവാള, കറിവേപ്പില നമുക്കൊന്ന് ചെറുതായിട്ടൊന്നേ ഒന്നല്ലെങ്കിൽ കൈ കൊണ്ട് ഒന്ന് കീറിയിടാം, അല്ലെങ്കിൽ കത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിടാം. ഞാൻ അടുത്തത് നമ്മൾ ചേർക്കുന്നത് മൈദപ്പൊടി ആട്ടാ ചേർക്കുന്നത്. 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് ചേർത്ത് 1 കപ്പും കൂടി, അങ്ങനെ 2 കപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഞാൻ അടുത്തത് നമുക്ക് ഇതിലേക്ക് തൈരാണ് ചേർക്കേണ്ടത്. തൈര് ചേർക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൈര് ചേർക്കുന്നത് ആ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് തൈരാണ് ചേർക്കുന്നത്. നല്ല പുളിയുള്ള തൈര് ചേർക്ക ചെയ്തിട്ട് അപ്പോൾ ഭയങ്കര പുളിയാവും. നല്ല പുളിയുള്ള തൈരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. എന്നാൽ ഭയങ്കര തീരെ പുളിയില്ലാത്ത തൈരും വേണ്ട, അത്യാവശ്യം ഒരു മീഡിയത്തിൽ നിൽക്കണ തൈര് കേട്ടോ. അടുത്തത് ചെറിയ ജീരകമായിട്ടാണ് ചേർക്കുന്നത്. നമ്മുടെ കുമിൻ സീഡ്സ് ഉണ്ടല്ലോ, അത് 1/2 ടേബിൾ സ്പൂൺ കേട്ടോ, ടീസ്പൂൺ അല്ല. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ ചേർക്കുന്നത്, ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് നിങ്ങളൊരു ഏകദേശം അളവിൽ ഇപ്പോൾ ചേർക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം. ഫസ്റ്റ് നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വെള്ളം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ നമുക്ക് സാധാരണ വെള്ളം ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കാരണം വെള്ളത്തിൻ്റെ ഒരളവ് കറക്റ്റ് പറയണില്ല. കാരണം നമ്മൾ എടുക്കുന്ന തൈര് ചിലപ്പോൾ വെള്ളം പോലെ ഇരിക്കുന്ന തൈരായിരിക്കും, ചിലപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്ത പോലെ ഭയങ്കര കട്ടിയിലുള്ള തൈരായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളത്തിന് മാറ്റം വരും. ഇതിപ്പോൾ ഞാനൊരു 3/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നേ, ആ വെള്ളം ഫുൾ ഒഴിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഒന്ന് വെള്ളത്തിലൊന്ന് മിക്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കൈ കൊണ്ട് നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ കുഴച്ചിട്ട് മിക്സ് ചെയ്യുക. കാരണം നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും സവോളയും ബേക്കിംഗ് സോഡയും ജീരകവും കറിവേപ്പിലയും ഉപ്പും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ആവണം. ഇതിപ്പോൾ കുറച്ച് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ബാറ്റർ കുറച്ച് ലൂസായിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കേണ്ടി വരും. ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഭയങ്കര ടൈറ്റാക്കിയിട്ട് എടുക്കരുത് കേട്ടോ, കുറച്ച് ലൂസായിട്ടിരിക്കണം. എന്നാൽ ഭയങ്കര ലൂസാവാനും പാടില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിവടയ്ക്കുള്ള നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിവട റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. ഇന്നിവിടെ നല്ല വെതറാണ്, അപ്പോൾ നമുക്ക് പുറത്ത് നിന്നിട്ട് വട ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിക്കാം കേട്ടോ.
കോഴികളെല്ലാവരും എൻ്റെ പിന്നാലെ എത്തിയിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പിന്നാലെ അവർ മാറില്ല. പിന്നെ ഉണ്ടല്ലോ ഈ ഉള്ളിവടയുടെ മിക്സിങ് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഉള്ളിവട ഇങ്ങനെയല്ലല്ലോ ഉണ്ടാക്കുന്നത്, കുറേ സവോളയൊക്കെ ചേർത്തിട്ട് നമ്മൾ കടലമാവൊക്കെ മിക്സ് ചെയ്തിട്ടാണ് സാധാരണ നമ്മൾ ഉള്ളിവട ഉണ്ടാക്കാറുള്ളത്. ചില സ്ഥലത്ത് ഇതേപോലെ ഉള്ളിവട ഉണ്ടാക്കൂട്ട. ഇത് ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ചേച്ചിയുടെ വീട്ടിൽ അവിടെ അടുത്ത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് അവർ ഉള്ളിവട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉള്ളിവടയാണ് അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ നീനയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നീനയ്ക്ക് സവോള ഇഷ്ടമില്ലെന്ന് ഞാൻ പറയാറില്ല. അപ്പോൾ എൻ്റെ അടുത്ത് നീന ആ വട കഴിച്ച് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്നു, മമ്മി ഉണ്ടാക്കുന്ന ഉള്ളിവട എനിക്ക് ഇഷ്ടമില്ല, ഈ ഉള്ളിവടയും ടേസ്റ്റ് കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്ക് ആ ഉള്ളിവട ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ പറയും ഇതല്ലല്ലോ ഉള്ളിവട ആകുമ്പോൾ സവോളയൊക്കെ കുറേ ഇട്ടിട്ട് അങ്ങനെയാണല്ലോ നമ്മൾ കടലപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണല്ലോ നമ്മൾ ഉള്ളിവട ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. പക്ഷേ ഇതേപോലെ ഉള്ളിവട ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ടേസ്റ്റ് പറയാം കേട്ടോ. പിന്നെ സവോളയ്ക്ക് ഇതിങ്ങനെ നല്ല ചെറുതായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇട്ടേക്കണതുകൊണ്ട് തന്നെ ഈ വടയുടെ കൂടെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു പിള്ളേർക്ക് ചിലപ്പോൾ ഈ മറ്റേ നമ്മൾ ഈ സവോള കൂടുതലിട്ടിട്ടുള്ള ആ ഉള്ളിവട ചിലപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇതെന്തായിരുന്നാലും പിള്ളേർക്ക് നല്ല ഇഷ്ടം. റെഡിയാക്കിയിട്ട് എടുക്കാനായിരുന്നാലും മിക്സിങ്ങൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓരോ ഗോള് പോലെ ഇട്ടിട്ട് അങ്ങനെ വടയാക്കിയിട്ട് എടുക്കുക. ഞാൻ ഇതിന് നടുക്ക് ഒരു തുളയിട്ടിട്ട് നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് കൈ നനയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വേണമല്ലോ. അപ്പോൾ ഞാനിവിടെ വെള്ളവും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കണ പോലെ കയ്യിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഉള്ളിൽ നമ്മുടെ ചൂണ്ടാണിവരിൽ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് നടുക്കൊരു ഹോൾ വെച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇടും. ഇനിയിപ്പോൾ അതിന് ഉണ്ടാക്കാൻ പാടുള്ളവർക്ക് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഇട്ടാൽ മതി. നമ്മുടെ കിളികളൊക്കെ കണ്ടമാനം വരുന്നുണ്ട്. പക്ഷെ ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ അടുത്ത് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ തീ ഒരുപാട് അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കിളികൾക്കൊന്നും നമ്മൾ തീറ്റ ഇട്ട് കൊടുത്തിട്ടില്ല. വലിയ കൂട്ടിൽ തീറ്റ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ കൂടാണല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു 4 ദിവസം വരെ ഇരിക്കും. അതിനകത്ത് ഒരു ഇച്ചിരി കൂടി തീറ്റയുണ്ട്. ബാക്കിയുള്ള കൂട്ടിൽ ഇവിടെ 2 കൂടുണ്ട്, ഇവിടെ ഒരു കൂടുണ്ട്, ഇവിടെ ഒരു കൂടുണ്ട്. അതിനകത്ത് എല്ലായിടത്തും തീറ്റ തീർന്നിരിക്കുകയാണ്. വലിയ കൂട്ടിൽ മാത്രം ഇച്ചിരിയുള്ളൂ. കിളികൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്നെ കണ്ടിട്ട് വന്നോണം. നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അവരുടെ കൂടുകളിലൊക്കെ നമുക്ക് തീറ്റ നിറച്ചു ഇത് ചൂടാവട്ടെ. ഇത് ഇതേപോലെ ഇങ്ങനെ ഈ തൈരും പിന്നെ മൈദപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് മൈസൂർ ബോണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ബോണ്ട ഉണ്ടാക്കും. അതും ഏകദേശം ഇതേപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതായിരുന്നാലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ്. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് മിയ കിച്ചണിൽ ചെയ്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നോട്ടെ. അപ്പോൾ ഈ നമ്മുടെ ഉള്ളിവട നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് നനയ്ക്കുക. കുറച്ച് നന്നായിട്ട് നനച്ചു, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടി പിടിക്കും. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ ചെറുത് ഉണ്ടാക്കിയാൽ മതി. അതാണ് എളുപ്പം നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഒരു കിളി വന്നിട്ട് നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നടുക്ക് ചൂണ്ടാണി വെള്ളം വെച്ചിട്ട് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് ഒരു തുളയുണ്ടാക്കുക. എന്നിട്ട് കൈ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കമത്തിയിട്ട് നമ്മുടെ ഇതിലേക്ക് ഇട്ടുകൊണ്ട് അപ്പോൾ ഈ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതേപോലെ ഇട്ടിട്ട് ചെറുതാമേ നമുക്ക് എടുത്തിടാൻ വേണ്ടിയിട്ട് എളുപ്പം. കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് പരത്താനൊന്നും നിൽക്കണ്ട കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരു ഹോളിടുക. ഓക്കെ, അത് നമുക്കൊരു ട്രിക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് വലിയ പാടുണ്ടാവില്ല. ഈസി ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഇത് നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ ബാറ്ററി നമ്മൾ എടുക്കുന്നുണ്ടല്ലോ, അതിനെ പിന്നെ പരത്തൊന്നും ചെയ്യരുത് കേട്ടോ. പരത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് കൈമേന്ന് എടുക്കുമ്പോൾ നമുക്കത് കിട്ടില്ല, വിട്ടുപോകും. ഇതാകുമ്പോൾ എളുപ്പം. പട നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ കൈമ അതിൻ്റെ വെള്ളത്തിൽ അതിന് കൂടുതലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റിക്കളഞ്ഞു. ഉഴുന്നുവട ഉണ്ടാക്കുമ്പോഴായിരുന്നാലും നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഞാൻ ക്യാമറ അടുപ്പിച്ച് കാണിക്കട്ടെ. നമ്മുടെ ട്രൈപോഡുമായി ചെയ്തത് എന്തായാലും ഒരു ട്രിപ്പാണ്ട് ഇട്ട് കഴിഞ്ഞിട്ടേ കൈ ഒന്നും കഴുകിയിട്ട് ക്യാമറ അടുപ്പിച്ച് കാണിക്കാം. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ തൈരും ചേർത്തിട്ടുണ്ടല്ലോ. ഒരു കുഞ്ഞു കിളി അവിടെ 5-6 കിളികൾ വരുന്നുണ്ട്, പല വെറൈറ്റി ആയിട്ട്. അതിനകത്ത് കാർഡിനൽ എന്ന് പറഞ്ഞിട്ട് ഒരു കിളി കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കുഞ്ഞുണ്ട്, അത് ഇരുന്നിട്ടാണ് ആ സൗണ്ട് ഉണ്ടാക്കുന്നത്.
ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ അകത്തുനിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. വേറെ നല്ല കറിയൊക്കെ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സാധനങ്ങൾ കൊണ്ടുവരേണ്ടി വരും. ഇനി കുറേ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്നാലും പകുതി പിന്നെയും ഞാൻ മറക്കും. വെള്ളം എങ്ങാനും ഇതിനകത്ത് ബാറ്ററിൽ കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. കയ്യിൽ വെക്കുമ്പോൾ തന്നെ അത് എല്ലായിടത്തേക്കും സ്പ്രെഡായി പോകും. അത് ശരിയല്ല. അത്യാവശ്യം ഇപ്പൊ ഇത്രയ്ക്ക് ചെറുതിട്ടാലും ഇത് വീർത്ത് വരുമ്പോഴേ അത്യാവശ്യം നല്ല വലിപ്പമുണ്ടാവും. ഓക്കെ, നമ്മുടെ വട നന്നായിട്ട് വീർത്ത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഒരു സൈഡ് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, മറ്റേ സൈഡ് തിരിച്ചിട്ടാ. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ നടുക്കൊരു തുളയിട്ടിട്ടല്ലേ ഉണ്ടാക്കുന്നത്. വടക്ക് തുളയിടുന്നത് എന്തിനാണെന്ന് അറിയാം. വടയുടെ ഉള്ളിൽ ശരിക്കും വേവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നടുക്ക് കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ ഇങ്ങനെ ഓയിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുമല്ലോ, ചൂടുള്ള ഓയിൽ. അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും നമുക്ക് ഒരുങ്ങിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ പറഞ്ഞെന്ന് മാത്രം. നമ്മള് ഓയിലിൽ നിന്ന് എടുക്കാം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് മൊരിയിടോട്ടെ, അപ്പോഴായിരിക്കും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിങ്ങനെ വറുത്തിട്ട് എടുക്കുമ്പോഴായിരുന്നാലും അങ്ങനെ ഓയിലൊന്നും കുടിക്കില്ല കേട്ടോ. നല്ല ചൂടോട് കൂടിയിട്ട് അങ്ങോട്ട് കഴിക്കുക, ചായയും കൂട്ടിയിട്ട്. നമ്മുടെ വെകിളി കോഴി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്നോട്ട് ഉണ്ടാക്കണേന്ന് അന്വേഷിച്ച് വന്നിരിക്കുന്നതാണ് അവള്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് വടയും റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയ്ക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു 18 അല്ലെങ്കിൽ ഒരു 20 വടയുടെ അടുത്ത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇതങ്ങനെ ഒരുപാട് ഭയങ്കര വലിയ വടയല്ല, ഇത് അത്യാവശ്യം നല്ല ഒരു വലിപ്പമുള്ള വട തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഓയില് ഒട്ടും കുറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ ചുമ്മാ പറയുന്നതല്ല. സാധാരണ നമ്മൾ ഈ വടയായിരുന്നാലും നമ്മളവിടെ ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ വെച്ച് നാട്ടിൽ വെച്ചിട്ട് നമ്മൾ കഴിച്ചപ്പോഴുണ്ടല്ലോ നന്നായിട്ട് ഓയിലുണ്ടായിരുന്നു. അതെങ്ങനെയാണ് അത്രയ്ക്കധികം ഓയിലായി തോന്നിയിരുന്നിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മളിപ്പോൾ വറുത്തെടുത്ത് കഴിയുമ്പോഴുണ്ടല്ലോ ഒട്ടും ഓയിൽ ഇതിനകത്ത് കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നണില്ല. ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടാക്കിയപ്പോൾ തന്നെ. ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നോക്കി കഴിയുമ്പോൾ അങ്ങനെ ഒട്ടും ഓയിൽ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഓയിൽ കഴിക്കുമ്പോൾ സാധനങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ അങ്ങനെ നമുക്ക് അങ്ങനെ ഒട്ടും ഓയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ട് കുഞ്ഞിതായിരുന്നു. നിങ്ങളുടെ ആരുടെ കൊതിയാന്ന് തോന്നണു. ഞാൻ ചുമ്മാ എന്താണ് അത് അത് വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലം ഉണ്ടായില്ല. ലാസ്റ്റ് കൈമയ്ക്ക് വെക്കല്ലേ, ലാസ്റ്റ് രണ്ട് കുഞ്ഞു പോലെ അവർ കൂടിപ്പോയി. തീ ഓഫ് ചെയ്തേ. രണ്ടെണ്ണം നമ്മൾ അത് രണ്ട് കുഞ്ഞതായിരുന്നു. നമ്മൾ ഷേപ്പില്ലാണ്ട് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഷേപ്പില്ലാണ്ട് ഇട്ടാൽ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. ലാസ്റ്റ് കുറച്ച് ഉരുട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇട്ട് ഉണ്ടാക്കിയാലും മതി കേട്ടോ. ഇങ്ങനെ വടയുടെ ഷേപ്പ് തന്നെ ഇടണമെന്നില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോഴായിരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ശരിയായിട്ട് വെന്ത് കിട്ടുക. പിന്നെ ആ ഗോൾഡൻ കളറിൽ നിന്ന് മാറിയിട്ട് ഒരു ബ്രൗൺ കളർ വരില്ലേ,
അത്രയ്ക്ക് ആയി കഴിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അവരുടെ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് അവരുടെ നേരത്തെ ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോടൊന്ന് കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയും. എൻ്റെ കോഴി താര നിനക്ക് ഇവിടെ വീണത് പറഞ്ഞോട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേനാ ഇതിൻ്റെ പുറത്ത് നല്ല മൊരിച്ചിലാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ വട കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല സമയമുണ്ട്. ഇവിടെ സമയം എനിക്ക് തോന്നുന്നു ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ ഭയങ്കര ചൂടൊന്നുമില്ല, ചെറുതായിട്ട് ഒരു തണുപ്പൊക്കെ ആയിട്ട് നല്ലൊരു ചായയൊക്കെ കുടിച്ചിട്ട് വടയൊക്കെ കഴിച്ചിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു വെതറാണ്. ഒരു കുഞ്ഞാട്ട് ഇട്ട് കൊടുത്തപ്പോഴേക്കും നമ്മുടെ കോഴികൾ മൊത്തം ഇവിടെ നിറഞ്ഞിട്ടുണ്ട്. പോ 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 അപ്പൊ ഇനി കൂടി പോ അങ്ങോട്ടെ, എല്ലാവർക്കും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. ഇങ്ങനെ ഒരു കോഴികള് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പേടിയില്ല. പോ അപ്പൊ നല്ല മോരിച്ചിലാട്ടാ. ഞെക്കുമ്പോ സൗണ്ട് അവിടേക്ക് കേൾക്കുമെന്ന് അറിയില്ല, ക്യാമറ വെച്ച് നീക്കിട്ടാണ് വെച്ചേക്കുന്നത്. കോഴി മിണ്ടാണ്ട് സൗണ്ട് കേൾപ്പിക്കട്ടെ. സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ഞാൻ ക്യാമറ അടുപ്പിച്ച് വെച്ച് കുറച്ചുകൂടി കാണിക്കാം. പുറത്ത് ശരിക്കും നന്നായിട്ട് മുരിഞ്ഞിട്ടിരിക്കണേ, നല്ല രുചിയുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. കഴിച്ചോട്ടേട്ടാ. കോഴികളെ എന്നെ സമാധാനമായിട്ട് എടുത്തിരിക്കുക. നല്ല രുചിയാണ്. നമ്മളിത് ബേക്കിംഗ് സോഡ ചേർത്തല്ലോ, കൂടുതൽ ചേർക്കരുതിട്ടാ. ബേക്കിംഗ് സോഡ കൂടുതൽ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർക്കണ പോലെയല്ല. ബേക്കിംഗ് സോഡ കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഓയിൽ നന്നായിട്ട് കുടിക്കുകയും ചെയ്യും. പിന്നെ നമ്മളെ എന്ത് സാധനം ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം പെട്ടെന്ന് നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഇത്രയ്ക്ക് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ ബേക്കിംഗ് സോഡയുടെ ആ ടേസ്റ്റ് ആവുമെന്ന് വരണമെന്നില്ല. പോയി അപ്പോൾ കൂടുതലൊന്നും പറയണില്ല. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ വറുത്ത സാധനങ്ങളൊന്നും അങ്ങനെ എപ്പോഴും നമ്മൾ കഴിക്കുന്നത് നല്ലതൊന്നുമല്ല. അന്നേരം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് അവർ ഈ വറുത്ത ഓയിലിൽ തന്നെ ഈ കരി ഓയിലിട്ടിട്ട് വറുത്തിട്ട് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലതാണല്ലോ നമ്മുടെ വീട്ടിൽ നല്ല ഓയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ വറുത്തിട്ട് നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. നമുക്ക് അവിടെ പോയിട്ടേ അവിടെ കിളികൾക്കൊക്കെ ഒന്ന് തീറ്റിട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ താറാവ് കുഞ്ഞുങ്ങളേനെ താറാവ് കുഞ്ഞുങ്ങളേനെ ഇന്ന് നമ്മൾ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇന്നലെ മഴയായിരുന്നു, അതിന് മുമ്പത്തെ ഒരു ദിവസം നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെറിയ ബ്ലോസം ഇവിടെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാണിക്കാം, നാളേക്ക് ശരിക്കും വിരിയായിരിക്കും. ഇന്നിപ്പോൾ ചില പൂവൊക്കെ ചിലതൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ താറാവ് കുഞ്ഞുങ്ങളേനെ നമ്മളവിടെ പുറത്ത് കൂട്ടിലാക്കിയിട്ടുണ്ട്. കോഴികൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് സാധനം കഴിച്ചിട്ട്. അപ്പോൾ അവരേനെ കാണിക്കാം. പിന്നെ എനിക്ക് കിളികൾക്ക് തീറ്റയൊക്കെ വെച്ച് കൊടുക്കണം. ഇതാട്ടോ നമ്മുടെ ഉള്ളിവട. ഇതാ നോക്കിക്കേ, പുറത്ത് നല്ല മുരിച്ചിലാണ്, ഉള്ളിൽ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഈ തീറ്റ നിറങ്ങിയിട്ടുണ്ട്. ഇനി അത് വലിയ കൂട്ടിലേ തീറ്റ നിറക്കണമെങ്കിലേ കുറേ തീറ്റ വേണം. നമ്മുടെ വെകിളിക്കൂടി എപ്പോഴും എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. നമ്മുടെ വട കഴിച്ചിട്ട് ടേസ്റ്റ് നല്ല ഇഷ്ടമായിട്ടുണ്ടെന്ന് തോന്നും. അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചത് നമ്മളൊരു ചാക്കായിട്ട് വാങ്ങിച്ചത്, ഒരു 40 പൗണ്ടിൻ്റെ ചാക്കണത്. അങ്ങനെ ചാക്കേപ്പാടി ഞാൻ എടുത്തുകൊണ്ടിരുന്നു. അത് പകുതി തീർന്നിട്ടാ. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ളൂ വാങ്ങിച്ചിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ കണ്ട കിളികൾ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ തീറ്റ തീരുന്നുണ്ട്. സാധാരണ ഒരു ഗ്ലാസ്സിലാണ് എടുക്കുക. അത് നിറക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ തീറ്റ വേണം. വലിയ കിളികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടം ഇതിനകത്ത് സൺഫ്ലവർ സീഡ്സ് ഉണ്ട്, അതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ പിന്നെന്തോ തെനയോ എന്തോ സാധനം ഉണ്ട്. കഴിഞ്ഞ വർഷം ഇവിടെ നമ്മുടെ ഈ സൺഫ്ലവറിൻ്റെ സീഡ് ഇവിടെ കിടന്നിട്ട്, സാധാരണ ഇവിടെ കിടന്നാലും അങ്ങനെ നമ്മുടെ കോഴികൾ അങ്ങനെ ഇട്ടേക്കില്ല, അവരപ്പം കൊത്തി തിന്നും. അവിടെ ഏതൊരു ചട്ടിയിൽ വീണ് കിടന്നിട്ട് ഒരു സൺഫ്ലവർ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ആ കിളികളവിടെ മുകളിൽ നോക്കണുണ്ട് കേട്ടോ.
തീറ്റ തീർന്നത് അറിഞ്ഞില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് നേരത്തെ അവർ ചോദിക്കണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളിപ്പോൾ എവിടെയെങ്കിലൊക്കെ വെക്കേഷനൊക്കെ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് തീറ്റ നിറച്ച് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 4-5 ദിവസം വരെ ഈ വലിയ കൂട്ടിൽ തീറ്റിയിരിക്കും. അപ്പോൾ കുറേ തീറ്റ വേണം. കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു നല്ല ഭംഗിയുള്ള ഒരു കിളി വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും അതങ്ങനെ ഇരിക്കില്ല, ഫുള്ള് കറുത്തിട്ട്. എന്നിട്ട് അതിൻ്റെ വിങ്സിൻ്റെ 2 സൈഡിലും ചെറുതായിട്ട് ഒരു ചുമന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ പോലെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ വരുമ്പോൾ കാണിക്കാം. അങ്ങനെ അത് എപ്പോഴും വരില്ല, വല്ലപ്പോഴും വരുള്ളൂ. ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കാരണം ഫുള്ള് ബ്ലാക്ക്. അതായത് ചെറുകിൻ്റെ 2 സൈഡിൽ ഇങ്ങനെ, ചെറുകിൻ്റെ സൈഡിലാണോ കഴുത്തിൻ്റെ സൈഡിലാണോ നമുക്ക് ചെറുകിന് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവരിങ്ങനെ ഒരു ക്രൗൺ വെച്ചേക്കണ പോലെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി. എന്ത് രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് ഇടയ്ക്കിടയ്ക്ക് വരുള്ളൂ. ഇച്ചിരി നിറച്ചേക്കാം. നമ്മുടെ കോഴികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇവരുടെ തീറ്റ കോഴികൾ താഴെ വീഴുമ്പോൾ തന്നെ കോഴികൾ എടുത്ത് കഴിക്കും. അമ്മ കുറേ കൊണ്ടിട്ടുണ്ട് ഇതിനകത്ത് തന്നെ അധികം തീറ്റ വേണ്ട. ഇനി അവിടെ 2 കൂടും കൂടി ഉണ്ട്, അവിടെയും കൂടിയിട്ട്. ഇതാണ് നമ്മുടെ ചാക്ക് കണ്ടില്ലേ, കഴിഞ്ഞ ആഴ്ച ഞാൻ മാറ്റിട്ടുണ്ട്. കുറച്ച് തീറ്റ താഴെ വീണിട്ടുണ്ട്. അത് നമ്മുടെ കോഴികളൊക്കെ കൊത്തി ഭംഗിയാക്കുന്നുണ്ട്. ഇതാരോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കൂട് നമ്മൾ ക്ലിയർ ആയിട്ട് കാണുന്നത് ഗ്ലാസ് ആണോ എന്ന്. ഗ്ലാസ് അല്ല കേട്ടോ, അത് ഫൈബറാണത്. ഫൈബറാന്ന് എനിക്ക് തോന്നണത്. അവിടെ പുള്ളിയിൽ നമ്മുടെ ഒരു അണ്ണാഞ്ചേട്ടൻ നിൽക്കണണ്ടില്ലേ, അവർക്കൂടെ ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഒന്ന് അറിയൂ കേട്ടോ. വേറെ ഒരു കൂടുണ്ട് ഇവിടെ. ഇവിടുന്ന് അധികം വന്ന് കഴിക്കാറുണ്ടായിരുന്നില്ല. മറ്റേ കൂട്ടിലേക്ക് തീറ്റ കഴിഞ്ഞപ്പോഴാണ് ഇന്ന് ഇവിടെ വന്നിട്ട് കഴിച്ചത്. ഇത് നമ്മുടെ ഗസീബോയുടെ ഉള്ളിലാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കഴിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമില്ല. അതായത് നമ്മുടെ മുന്തിരി കേട്ടോ. കഴിഞ്ഞ വർഷം നമ്മളിവിടെ മുന്തിരി നട്ടിട്ടുണ്ടായില്ല. കഴിഞ്ഞ വർഷമല്ല, ഇതിപ്പോൾ നമ്മൾ നട്ടിട്ട് ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ടുണ്ട്. അതിന് പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ട ഇപ്പോൾ നമ്മുടെ താറാവ് കുഞ്ഞുങ്ങളതാ ഇന്ന് നമ്മൾ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വലുതായിട്ടപ്പോൾ അവരെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ
ഒരു 3 ദിവസമൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ നമുക്ക് നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടായിരുന്നു. അപ്പോൾ നമ്മൾ 10 എണ്ണമാണ് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 4 എണ്ണം നമ്മുടെ അടുത്തുനിന്ന് ചത്തുപോയി. സാധനം നമുക്ക് 6 എണ്ണത്തിനാണ് കിട്ടിയത്. അപ്പോൾ ഇനി ഇവർ ചത്തുപോയില്ല, ഇനിയിപ്പോൾ ഒരു വലുതായില്ലോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. താറാവുകൾ പിന്നെ കൂട്ടത്തെ പാടിയല്ലേ നടക്കുള്ളൂ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച കാണാം കേട്ടോ. നമ്മുടെ വലിയ താറാവുകളും കുഞ്ഞു താറാവുകളും എല്ലാവരും വെള്ളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മറ്റു വലിയ താറാവുകൾ കുഞ്ഞു താറാവുകളേനും മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. കണ്ട പാവം പോലും ഇല്ല അവർക്ക്. അതായത് നമ്മൾ കുഞ്ഞു താറാവുകൾ നമ്മൾ വെള്ളത്തിൽ ഇറക്കിയിട്ടില്ലേ, ചിലപ്പോൾ ഇന്ന് ചിലപ്പോൾ ഇറങ്ങിയായിരിക്കും അവർ. വലിയ താറാവുകൾ കണ്ടിട്ട് കുഞ്ഞു താറാവുകൾ നോക്കണുണ്ട് കേട്ടോ. ചിലപ്പോൾ അവർ വെള്ളത്തിൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ വലിയ താറാവുകൾ കുളി കഴിഞ്ഞിട്ട് ഇനി അവർ പോവാണ്. നമ്മുടെ അണ്ണാഞ്ചേട്ടൻ ഒരു രക്ഷയില്ല കേട്ടോ. അണ്ണാഞ്ചേട്ടൻ അങ്ങോട്ട് ഇതിലേക്ക് കടന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവനെ ഇടയ്ക്കിടയ്ക്ക് വരും നമ്മുടെ കിളിക്കൂട്ടിലേക്ക്, കിളിയുടെ തീറ്റ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവന് തീറ്റ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ നേരം സന്ധ്യ ആയിക്കൊണ്ടിരിക്കണു. നമ്മുടെ കോഴികളൊക്കെ കൂട്ടിൽ കയറി. അപ്പോൾ അങ്ങനെ നേരം സന്ധ്യയായി. നമ്മുടെ കോഴികളും താറാവുകളൊക്കെ കൂട്ടിൽ കയറി. നമ്മുടെ ആസ്പിൻ കുട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ രാത്രി കുറേ നേരം അവിടെ ഇരിക്കും. അവന് വലിയ ഇഷ്ടമാണ് അങ്ങനെ പുറത്തിരിക്കുന്നത്. അവിടെ ഇരിക്കുന്നുണ്ടല്ലേ ഗസീബോയുടെ ഉള്ളിൽ. പിന്നെ നമ്മുടെ കിളികൾ എല്ലാവരും വന്നിട്ട് ഇന്ന് കുറേ ഭക്ഷണമൊക്കെ കഴിച്ച് അവരും വയറൊക്കെ നിറച്ച് ഹാപ്പിയായിട്ട് അവരും പോയി. ഇനി ഞാനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് നാളെ വേറെ പുതിയ വീഡിയോ ആയിട്ട് വരാം. ആസ്പിൻ 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 ചെറുക്കം നീ കയറണില്ലേ? ഡാ ആസ്പിൻ ഒരു അനക്കില്ല, അവിടെ കുത്തിരിപ്പ് തന്നെ.